പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറാകും. കഴിഞ്ഞ ഭരണസമിതിയിൽ ഡെപ്യൂട്ടി മേയറായിരുന്നു. പയ്യാമ്പലം വാർഡിൽ നിന്നാണ് പി ഇന്ദിര കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് നിലവിൽ കോർപ്പറേഷൻ്റെ അകത്ത് തുടരുന്ന ശ്രീമതി ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി പി ഇന്ദിരയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഐകകണ്ഠ്യേനയുള്ള തീരുമാനമാണ്. ആ തീരുമാനം എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റിക്കകത്ത് ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ എല്ലാ ആളുകളും ഉന്നയിച്ച പേര് ഒരു ഐകകണ്ഠ്യേനയുള്ളൊരു പേരായിട്ടാണ് ഇന്ദിരയുടെ പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ദിരയാണ് വരാൻ പോകുന്ന നമ്മുടെ കോർപ്പറേഷൻ മേയർ. പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് മേയർ പദവിയെ കാണുന്നതെന്ന് പി ഇന്ദിരയുടെ പ്രതികരണം. സ്ത്രീകളുടെ ഉന്നമനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പദ്ധതികൾ കൂടുതലായി നടപ്പിലാക്കുമെന്നും പി ഇന്ദിര 24-നോട് പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ നിയുക്ത മേയർ പി ഇന്ദിര നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പ്രതീക്ഷിച്ചിരുന്ന ഒരു പൊസിഷനിലേക്കാണോ എത്തിയിരിക്കുന്നത്? തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിച്ചു. വലിയ സന്തോഷം. ഒരു KSU കാലഘട്ടം മുതൽ തന്നെ വലിയ തോതിൽ വനിതാ കോളേജിലെ ചെയർപേഴ്സൺ സ്ഥാനം മുതൽ തുടങ്ങിയ ഒരു രാഷ്ട്രീയ പോക്കാണ്. ആ ഒരു പോക്കിന് ഒരു പുതിയ മാനം കൂടി വന്നിരിക്കുകയാണ്, പുതിയ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് പാർട്ടി നേതാക്കളോടും ജനങ്ങളോടും പറയാനുള്ളത്? പാർട്ടി നേതാക്കളോട് തീരാത്തത്ര കടപ്പാടും നന്ദിയുമാണ്. കാരണം എന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ KSU കാലഘട്ടം മുതൽ എന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇന്നിവിടെ പത്രസമ്മേളനത്തിൽ കണ്ട ഓരോരാളും. അപ്പോൾ അവരുടെയൊക്കെ വളരെ അനുഗ്രഹവും പ്രാർത്ഥനയും അവരുടെ സഹായവും സഹകരണവും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ഇത്തവണ മത്സരരംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് കുറഞ്ഞിട്ടുള്ളൊരു സ്ഥലം, ഒപ്പം തന്നെ വിമതശല്യം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നിരുന്നോ? അങ്ങനെ ഭയന്നിട്ടില്ല. അതാ നമ്മുടെ കൗൺസിലറാണ് ഇവിടെയുള്ള ജയസൂര്യേട്ടൻ്റെ ആ മികച്ച പ്രവർത്തനം അതെൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാലും ഒരു റെബൽ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശങ്ക ഇല്ലാതെയില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഒറ്റക്കെട്ടായിട്ടുള്ള നമ്മളതാ ടീമായിട്ടുള്ള പ്രവർത്തനം അത് നമ്മുടെ വിജയത്തിൽ എത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും ചില സന്ദർഭങ്ങളിൽ ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ആ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി വിജയം ഉറപ്പായിരുന്നു. ഒറ്റ കാര്യം, ഈ ഒരുപാട് വനിതാ നേതാക്കളുള്ള ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കും വനിതകൾക്കും വേണ്ടിയിട്ട് കൂടി ഒരു ശക്തമായ ഇടപെടൽ മേയർ പദവിയിൽ ഇരുന്നുകൊണ്ടുണ്ടാവും. തീർച്ചയായും ഇപ്പം തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ഉപയോഗിക്കുന്ന ആവശ്യക്കാരായിട്ടുള്ള മുഴുവൻ സ്ത്രീകൾക്കും മെൻസ്ട്രുവൽ കപ്പ് സൗജന്യമായിട്ടാണ് ഞങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നത്. ആ പദ്ധതി ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വനിതാ ശാക്തീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ പുതിയ നിയുക്ത മേയറുടെ മനസ്സിലുണ്ട്. അതൊക്കെയും നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന ആശംസയോട് ചെയ്യുന്നു. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.